എനിഡെസ്കിൽ ഈ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ, അതായത് ടൈമർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു സംഗതി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനിഡെസ്കിൻ്റെ അഡ്രസ്സ് മാറും. അതായത് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അഡ്രസ്സിന് അത് പുതിയൊരു അഡ്രസ്സിലേക്ക് മാറും. അതുപോലെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റംസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ലോസ് ആവും. അതായത് ടോട്ടലി ഒരു പുതിയ എനിഡെസ്ക് എങ്ങനെയാണോ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവുക, ആ ഒരു സിറ്റുവേഷനിലായിരിക്കും പിന്നെ ഉണ്ടാവുക. അതുകൊണ്ട് ഏതെങ്കിലും അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ എനിഡെസ്കിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ആരോ ഉണ്ടാവും ടാസ്ക് ബാറിൽ റൈറ്റ് സൈഡ്, അതിൽ എനിഡെസ്കിൻ്റെ ഐക്കൺ ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും കാണാം. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്വിറ്റ് അടിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ കീബോർഡിൽ വിൻഡോസ് ബട്ടൺ പ്ലസ് ആർ ബട്ടൺ അടിക്കുക. തുറന്നു വരുന്നൊരു വിൻഡോയിൽ പെർസെൻറ്റേജ് ആപ്പ് ഡാറ്റ പെർസെൻറ്റേജ്, അതായത് ഈ ഒരു ഇതേ മെത്തേഡ് തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഈ വിൻഡോയിൽ നിന്ന് എനിഡെസ്ക് സെലക്ട് ചെയ്യുക, ഫയൽ മൊത്തം ഡിലീറ്റ് അടിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഗൂഗിൾ ക്രോം പോവുക. ഏതെങ്കിലും ബ്രൗസറിൽ പോയാൽ മതി. ബ്രൗസർ എടുത്തിട്ട് എനിഡെസ്ക് റീസെറ്റ് എന്നുള്ള കീവേഡ് നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വരാൻ ചാൻസ് ഉണ്ട് എനിഡെസ്ക് റീസെറ്റ് ജിറ്റ്ഹബിൻ്റെ ഒരു ലിങ്ക് വരും. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിന്ന് ഡൗൺലോഡ് സിപ്പ് എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ആവും. ആ ഒരു ഫയൽ എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് എനിഡെസ്ക് റീസെറ്റ് CMD എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ മീൻസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും ഡെസ്ക്ടോപ്പിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ആ ഒരു ഫയൽ ഇതാ ഡെസ്ക്ടോപ്പ് കാണാം. അത് റൈറ്റ് ക്ലിക്കിൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ട് റൺ ചെയ്യാം. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡണ്ണ് വരും. പിന്നെ നമ്മൾ എനിഡെസ്ക് ഓപ്പൺ ചെയ്താൽ യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എനിഡെസ്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ.